ഹായ് ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കുറെ അധികം മാർക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് എങ്ങനെ പഠിച്ചെടുക്കാം, കുറെ അധികം മാർക്കിനുള്ള ചോദ്യങ്ങൾ എങ്ങനെ പഠിച്ചെടുക്കാം എന്ന കാര്യമായിട്ടാണ്. സെറ്റ് ആയിരിക്കുക, എല്ലാവരും കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ക്ലാസ് കാണാം. നമ്മൾ കുറച്ച് അധികം ടോപ്പിക് ഡിസ്കസ് ചെയ്യും. അറ്റ് ദ സെയിം ടൈം നമ്മൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ മാക്സിമം ടോപ്പിക് നമുക്ക് എന്ത് ചെയ്യാം, ക്ലിയർ ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ സ്ഥിരം അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് പഞ്ചരഥങ്ങൾ അല്ലെങ്കിൽ പഞ്ചരഥാസ് എന്ന് പറയുന്നത്. പഞ്ചരഥാസിനെ കുറിച്ച് പറയുമ്പോൾ സാർ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞ ഒരു കാര്യമായിരുന്നു, കുറെ അധികം വൺ വേർഡിനുള്ള സാധ്യതയുള്ള ഒരു ഭാഗം കൂടിയാണ് പഞ്ചരഥാസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പഞ്ചരഥാസിലേക്ക് ഒന്ന് കടക്കാം. പഞ്ചരഥാസിലുള്ള 5 വൺ വേർഡ് ക്വസ്റ്റ്യൻ അല്ലെ, പഞ്ചരഥം 5 വൺ വേർഡ് ക്വസ്റ്റ്യൻ സാർ എന്ത് ചെയ്തിരുന്നു, പറഞ്ഞിരുന്നു. നമുക്ക് നോക്കാം അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വൺ വേർഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് നമ്മളോട് പറയുന്നുണ്ട്, പല്ലവാസ് were the rulers based on കാഞ്ചീപുരം in South India. ഫസ്റ്റ് വൺ ഇസ് പല്ലവാസ് ഇസ് ഇമ്പോർട്ടന്റ് തിങ്. പല്ലവാസ് എന്ന് പറയുന്നത്, പല്ലവർ എന്ന് പറയുന്നത്, പല്ലവർ എവിടെ, കളർ എവിടെ, ഓക്കെ. പല്ലവർ എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യ ബേസ് ചെയ്തിട്ടുള്ള കാഞ്ചീപുരം അടിസ്ഥാനമാക്കി ഭരണം നടത്തിയിരുന്ന ഭരണാധികാരികളെയാണ് എന്ത് പറയുന്നത്, പല്ലവാസ് എന്ന് പറയുന്നത്. അപ്പൊ who were പല്ലവാസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ, പല്ലവാസ് were the rulers based at കാഞ്ചീപുരം in South India. സൗത്ത് ഇന്ത്യയിലെ കാഞ്ചീപുരം ആസ്ഥാനമാക്കി ഭരിച്ചിരുന്ന ഭരണാധികാരികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പല്ലവർ എന്ന് പറയുന്നത്. പല്ലവർ എവിടുത്തെ റൂളറാണ്, കാഞ്ചീപുരം. സൗത്ത് ഇന്ത്യയിലെ കാഞ്ചീപുരത്തെ റൂളറാണ് പല്ലവര്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ചോദ്യങ്ങൾ വന്ന് നമുക്ക് അവിടെ എഴുതാൻ പറ്റണം. ഇനി അവരുടെ മേജർ പോർട്ട് സിറ്റി എന്ന് പറയുന്നത്, അവരുടെ പ്രധാനപ്പെട്ട തുറമുഖ നഗരം എന്ന് പറയുന്നത് മഹാബലിപുരമാണ്. മഹാബലിപുരമായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട തുറമുഖ നഗരം എന്ന് പറയുന്നത്. കാഞ്ചീപുരം അടിസ്ഥാനമാക്കി ഭരണം നടത്തിയിരുന്ന തെക്കേ ഇന്ത്യയിലെ രാജാക്കന്മാരായിരുന്നു പല്ലവന്മാര്. മഹാബലിപുരമായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട തുറമുഖ നഗരം അല്ലെങ്കിൽ പോർട്ട് സിറ്റി എന്ന് പറയുന്നത്. എന്നിവിടെ പറയുന്നുണ്ട്, പല്ലവ രാജാക്കന്മാരിൽ ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള പേഴ്സൺ ആണ് ആര്, നരസിംഹവർമ്മൻ. അക്കാലത്ത് നിർമ്മിച്ച ക്ഷേത്രങ്ങൾ അറിയപ്പെടുന്നത് പഞ്ചരഥങ്ങൾ എന്ന പേരിലാണ്. അപ്പോൾ പല്ലവാസിലെ ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു കിങ് ആണ് നരസിംഹവർമ്മൻ. അദ്ദേഹത്തിന്റെ പീരീഡ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ടെമ്പിൾസ് അറിയപ്പെടുന്നത് പഞ്ചരഥാസ് എന്ന പേരിലാണ്. അപ്പോൾ എന്താണ് പഞ്ചരഥാസ് എന്ന് ചോദിക്കുമ്പോൾ മക്കൾ ഇത് മൊത്തം എഴുതണം. ഇനി ഇതിൽ വൺ വേർഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരും, അത് കൃത്യമായിട്ട് എഴുതണം. പല്ലവാസ് ആരാണ്, സൗത്ത് ഇന്ത്യയിൽ കാഞ്ചീപുരം അടിസ്ഥാനമാക്കി ഭരണം നടത്തിയിരുന്ന ആളുകളാണ്. അവരുടെ പ്രധാനപ്പെട്ട പോർട്ട് സിറ്റി ഏതായിരുന്നു, മഹാബലിപുരമായിരുന്നു. ഓക്കെ. നരസിംഹവർമ്മന്റെ പീരീഡ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ടെമ്പിൾ എന്ത് പേരിൽ അറിയപ്പെടുന്നു, പഞ്ചരഥാസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. പഞ്ചരഥാസ് എന്ന ടെമ്പിൾ ആരുടെ കാലഘട്ടത്തിലാണ്, ഏത് പല്ലവ രാജാവിന്റെ കാലത്തിലാണ് നിർമ്മിച്ചത്? യെസ്, അത് നമ്മുടെ നരസിംഹവർമ്മന്റെ കാലത്താണ് നിർമ്മിച്ചത്. തിരിച്ചും മറിച്ചും ചോദ്യങ്ങൾ വന്നാൽ നമുക്ക് അവിടെ കിട്ടണം. അതിനനുസരിച്ചാണ് സാർ ഈ ഒരു സ്ലൈഡ് സെറ്റ് ചെയ്തിട്ടുള്ളത്. സെറ്റ് ആവുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇനി നമുക്ക് കോമൺ ആയിട്ട് എക്സാമിന് വരുന്ന ചില ചോദ്യങ്ങളാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ ഉറപ്പായിട്ട് വരും. 5 മാർക്കിന് ചോദ്യം നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ് ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ, ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാ രീതി എന്ന് പറയുന്നത്. ഇതിന്റെ സൈലന്റ് ഫീച്ചർ തന്നെയാണ്, ഇതിന്റെ സവിശേഷത തന്നെയാണ് ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇതിന്റെ സൈലന്റ് ഫീച്ചർ തന്നെയാണ്. നമുക്ക് നോക്കാം. First one, arch domes and minarets were notable features of this style. ഈ ഒരു സ്റ്റൈലിന്റെ നോട്ടബിൾ ഫീച്ചർ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ് മക്കളെ, ആർച്ചസ്, ഡോംസ് ആൻഡ് മിനാററ്റ്സ്. ആർച്ചസ് ഉണ്ട്, ഡോംസ് ഉണ്ട്, മിനാററ്റ്സ് ഉണ്ട്. എന്തൊക്കെയുണ്ട് മക്കളെ, കമാനങ്ങൾ, താഴികകൂടങ്ങൾ, മിനാരങ്ങളൊക്കെയാണ് ഈ ശൈലിയുടെ പ്രത്യേകമായിട്ടുള്ള അല്ലെങ്കിൽ എടുത്തു പറയേണ്ട ശ്രദ്ധേയമായിട്ടുള്ള സവിശേഷത എന്ന് പറയുന്നത്. ഇനി പൂന്തോട്ടങ്ങൾ നിർമ്മിക്കും, കെട്ടിടങ്ങളിൽ എന്തുണ്ടാവും, ഗാർഡൻസ്, ബ്യൂട്ടിഫുൾ ഗാർഡൻസ് ഒക്കെ എന്ത് ചെയ്യും, കൺസ്ട്രക്ട് ചെയ്യും മക്കളെ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാർഡൻസ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യും. പിന്നെയോ മോട്ടർ, റെഡ് സാൻഡ്സ്റ്റോൺ, മാർബിൾ വർ യൂസ്ഡ് കൺസ്ട്രക്ഷൻ. ഇത് എന്തൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്, എന്തൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് നിർമ്മിക്കുന്നത്? മോട്ടർ, ചെങ്കല്ല്, മാർബിൾ എന്നിവയാണ് നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഫിഗേഴ്സ് ഓഫ് ഫ്ലവേഴ്സ് ആൻഡ് പ്ലാന്റ്സ് വെർ കർവ്ഡ് ടു ഡെക്കറേറ്റ് ദ ബിൽഡിംഗ്സ്. ബിൽഡിംഗ്സിൽ എന്താ പറയുക, ഫ്ലവേഴ്സിന്റെയും പ്ലാന്റ്സിന്റെ ഒക്കെ ഫിഗേഴ്സ് എന്ത് ചെയ്യും, കെട്ടിടങ്ങൾ അല്ലെങ്കിൽ പൂക്കളുടെയും ചെടികളുടെയും രൂപങ്ങളൊക്കെ എന്ത് ചെയ്യും, കൊത്തി വെച്ചിട്ടുണ്ടാവും, നല്ല അതിമനോഹരമാക്കിയിട്ടുണ്ടാവും. അപ്പൊ വാട്ട് ആർ ദ salient features of Indo-Islamic style of architecture? ഇൻഡോ-ഇസ്ലാമിക് വാസ്തുവിദ്യയുടെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണ് എഴുതുക എന്ന് പറയുമ്പോൾ എഴുതാൻ മക്കൾക്ക് പറ്റണം. അതുപോലെ തന്നെ ചില ചിത്രങ്ങൾ തന്നിട്ട് ഇത് ഏതാണ് ഐഡന്റിഫൈ ചെയ്യുക എന്ന് പറയുമ്പോൾ ഐഡന്റിഫൈ ചെയ്യാൻ മക്കൾക്ക് പറ്റണം, തിരിച്ചറിയാൻ മക്കൾക്ക് പറ്റണം. ആ ചിത്രങ്ങൾ ഏതാണ് എന്ന് മനസ്സിലാക്കിയെടുക്കാൻ മക്കൾക്ക് പറ്റണം. അപ്പോൾ ഇത്രയും ഇമ്പോർട്ടന്റ് ആണ്. കഴിഞ്ഞില്ല. ഇനി ഇന്തോ ഇസ്ലാമിക് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചറിലെ ഫസ്റ്റ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്
പറയുന്നത്. ആദ്യത്തെ നിർമ്മിതി എന്ന് പറയുന്നത്, ഫസ്റ്റ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഏതാണ് മക്കളെ? കുത്തബ് മിനാറാണ്. കുത്തബ് മിനാറാണ് ഫസ്റ്റ് നിർമ്മിതി. ആദ്യ നിർമ്മിതി എന്ന് പറയുന്നത് ഏതാണ് മക്കളെ? കുത്തബ് മിനാറാണ്. ആരുടെ കാലത്താണ്, ഏത് റൂളറുടെ കാലത്താണ് അത് നിർമ്മിച്ചിട്ടുള്ളത്? യെസ്, നമുക്ക് കാണാൻ പറ്റും കുത്തബ്ദീൻ ഐബക്കിന്റെ ടൈമിലാണ് അത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അത് ആരംഭിച്ചിട്ടുള്ളത് കുത്തബ്ദീൻ ഐബക്കിന്റെ പീരീഡാണ്. കുത്തബ് മിനാർ, കുത്തബ്ദീൻ ഐബക്ക്, കുത്തബ് മിനാർ, കുത്തബ്ദീൻ ഐബക്ക് ആരംഭിച്ചിട്ടുള്ളത്. അവസാനിച്ചത് ആരുടെ പീരീഡാണ്? ഇൽത്തുമിഷ് ആണത് കംപ്ലീറ്റ് ചെയ്തത്. തുടക്കം കുറിച്ചു കുത്തബ്ദീൻ ഐബക്ക്, ഒടുക്കം കുറിച്ചു അല്ലെങ്കിൽ അത് പൂർത്തിയാക്കി ഇൽത്തുമിഷ്. ഇൽത്തുമിഷിന്റെ പീരീഡാണ് അത് കംപ്ലീറ്റ് ആവുന്നത്. ആരുടെ കാലഘട്ടത്തിലാണ് നോക്കുക? ഇൽത്തുമിഷിന്റെ പീരീഡാണ് കംപ്ലീറ്റ് ആവുന്നത്. കുത്തബ് മിനാറിന്റെ എന്താ പറയുക ആരംഭിക്കുന്നത് കുത്തബ്ദീൻ ഐബക്കിന്റെ ടൈമിലാണ്. കുത്തബ് മിനാർ, ആ പേര് തന്നെ ഓർമ്മിക്കുക, ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചറിലെ ഫസ്റ്റ് കൺസ്ട്രക്ഷൻ, ആദ്യ നിർമ്മിതി എന്ന് പറയുന്നത് എന്താണ്? കുത്തബ് മിനാറാണ്. കുത്തബ് മിനാറാണ്. കുത്തബ് മിനാറാണ്. നമുക്ക് എന്ത് ചെയ്യാം? കൃത്യമായിട്ടും ആലോചിച്ചു വെക്കുക. കൃത്യമായിട്ടും വ്യക്തമായിട്ടും ആലോചിച്ചു വെക്കാം. ഇനി ഇതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? കുത്തബ് മിനാറിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? കുത്തബ് മിനാറിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് മക്കളെ? കുത്തബ് മിനാറിന്റെ സവിശേഷതകൾ പറയുന്നത് യെസ്, ഉയരമുള്ള ഗോപുരം, ഗോപുരത്തിൽ നിന്ന് തള്ളി നിൽക്കുന്ന ബാൽക്കണികളും ഇതിന്റെ സവിശേഷതയാണ്. എ ടോൾ ടവർ ആൻഡ് ബാൽക്കണീസ് പ്രൊജക്ടിംഗ് ഫ്രം ഇറ്റ് ആർ സ്ട്രൈക്കിംഗ് ഫീച്ചേഴ്സ് ഓഫ് ദിസ് ബിൽഡിംഗ്. ഈ ഒരു ബിൽഡിംഗിന്റെ സ്ട്രൈക്കിംഗ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? വാട്ട് ആർ ദ സ്ട്രൈക്കിംഗ് ഫീച്ചേഴ്സ് ഓഫ് കുത്തബ് മിനാർ എന്ന് ചോദിക്കുകയാണെങ്കിൽ, കുത്തബ് മിനാറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ, എ ടോൾ ടവർ, ടവർന്നും തള്ളി നിൽക്കുന്ന ബാൽക്കണീസ്, പ്രൊജക്റ്റീവ് ബാൽക്കണീസ് എന്തിന്റെ സവിശേഷതയാണ്? കുത്തബ് മിനാറിന്റെ സവിശേഷതയാണ്. ഒരു 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. ഒരു 5 മാർക്കിനുള്ള ചോദ്യം ഇവിടെ ഉണ്ട്. 5 മാർക്കിനുള്ള ചോദ്യം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഒരു 5 മാർക്കിന് അല്ലെങ്കിൽ എന്താ പറയാ 3+ മാർക്കിനുള്ള ചോദ്യം നമുക്ക് എവിടെ കാണാൻ പറ്റും? എവിടെ കാണാൻ പറ്റും? ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചറിൽ നമുക്ക് കാണാൻ പറ്റും. 5-3 എത്രയായി മക്കളെ? 5-3 എത്രയായി മക്കളെ? 5-3 8ആയി. ഇനി ഒരു ചിത്രം തന്നിട്ട് അത് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കുകയാണെങ്കിൽ മിനിമം നമുക്ക് എത്ര മാർക്ക് കിട്ടും മക്കളെ? 1 മാർക്ക് കിട്ടും. പഞ്ചരദാസിൽ നമുക്ക് എത്ര മാർക്ക് കിട്ടും മക്കളെ? 5 മാർക്ക് കിട്ടും. അപ്പൊ ഈ ചോദ്യങ്ങളൊക്കെ വന്നാൽ നമുക്ക് എത്ര മാർക്ക് കിട്ടി? എത്ര മാർക്ക് കിട്ടി മക്കളെ? 14 മാർക്കിനുള്ള വകുപ്പ് നമുക്ക് ഈ ഒരു ചെറിയ ക്ലാസ്സിലൂടെ, ഈ വളരെ ചെറിയ ക്ലാസ്സിലൂടെ കിട്ടി. ഇതിൽ ഷുവർ ആയിട്ടും വരുന്ന ചോദ്യമാണ് ഇതിൽ ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ അതുപോലെ തന്നെ ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ കൃത്യമായിട്ട് ആലോചിക്കുക. അപ്പോൾ തന്നെ പഞ്ചരദാസും കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇതിൽ നമുക്ക് കൃത്യമായിട്ടും പറയാം, ഇതിൽ നിങ്ങൾക്ക് മിനിമം ഈ പഠിപ്പിച്ചതിൽ നിന്നും 2 ചോദ്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അടിപൊളിയായിട്ട് മക്കളെ ഇതാ, അടിപൊളിയായിട്ട് ഇതാ മാർക്ക് സ്കോർ ചെയ്യുക. അപ്പൊ ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് സാർ വീണ്ടും വരുന്നതാണ്. താങ്ക്സ് ടു ഓൾ. ബൈ.